തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്ന വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് സിറോ മലബാർ സഭ ആരെ തിരഞ്ഞെടുക്കണമെന്നും ഏതു മുന്നണിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നും ക്രൈസ്തവർ തീരുമാനിക്കണം. കഴിഞ്ഞ 5 വർഷം ക്രൈസ്തവർ ഉയർത്തിയ ആവശ്യങ്ങളോട് മുന്നണികൾ എങ്ങനെ പ്രതികരിച്ചുവെന്ന് നോക്കണമെന്നും സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പോസ്റ്റിൽ പറയുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, എന്താണ് ഇപ്പോൾ സിറോ മലബാർ സഭ ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു നിലപാട് വ്യക്തമാക്കൽ സീറോ മലബാർ സഭ സമൂഹ മാധ്യമമായുള്ള ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത്തരമൊരു പോസ്റ്റിലൂടെ അവർ നിലപാട് പറയുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ക്രൈസ്തവർ ഉയർത്തിയ തികച്ചും നീതിപൂർവകമായ ആവശ്യങ്ങളോട് ആരൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നൊരു തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കണം, അതിനനുസരിച്ചായിരിക്കണം വോട്ട് ചെയ്യണമെന്ന വിശ്വാസികളോട് സീറോ മലബാർ സഭ പറയുന്നുണ്ട്. മുനമ്പം വിഷയത്തിലെ പക്ഷം ചേരൽ, കോശി കമ്മീഷൻ റിപ്പോർട്ട്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ മൌനം, ഭിന്നശേഷി വിഷയത്തിലെ ഇരട്ട നീതി, അതോടൊപ്പം തന്നെ മലയോര കർഷകരുടെ സമീപനം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്ന മുന്നണികൾ സ്വീകരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കണം, അതിനനുസരിച്ചായിരിക്കണം സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശമാണ് സീറോ മലബാർ സഭ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആരെ തിരഞ്ഞെടുക്കണമെന്നും ഏത് മുന്നണിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നും ക്രൈസ്തവർ തന്നെ തീരുമാനിക്കണമെന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശവും സീറോ മലബാർ സഭയുടെ സമൂഹ മാധ്യമത്തിലൂടെ അവർ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. സ്മൃതി.